നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെള്ളം, മൈദ 1/2 കിലോ, ഓയിൽ ആവശ്യത്തിന്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, വേപ്പില, കടലമാവ് 150 ഗ്രാം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 കഷ്ണം, സവോള 2 ചെറുതായി അരിഞ്ഞത്. ഇത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച ഒരു കൂട്ടാണിത്. ഈ കൂട്ടുണ്ടാക്കുന്നത് മൈദമാവിൽ കടലമാവ്, ഉപ്പ്, സവാള, പച്ചമുളക്, വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ വരെ വയ്ക്കുക. 5 മണിക്കൂർ വരെ വെച്ചാലേ ഇതേപോലെ പൊങ്ങി ഇവിടെയായി വരുള്ളൂ. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇതിൽ എണ്ണ ഇത്തിരി കൂടുതൽ ഒഴിക്കേണ്ടി വരും. മുളക് പൊടി ആയതുകൊണ്ട് നന്നായി പൊങ്ങി വരും. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുളക് പൊടിയാണ്. കാരണം ഇത് വളരെ കുറച്ച് ഐറ്റംസ് ഇതിനകത്തുള്ളൂ. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ മൈദ 1/2 കിലോ മൈദ, 150 ഗ്രാം കടലമാവാണ്. ഈ കടലമാവ്, സവാള നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് കടലമാവ് ഇടുക, ഉപ്പിടുക, ഒരു ചെറിയ സ്പൂണ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഇതിപ്പോൾ ഇത് ഞാൻ സോഡാപ്പൊടി ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ഒരല്പം സോഡാപ്പൊടി. അപ്പോൾ അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സോഡാപ്പൊടി ഇടാവുള്ളൂ. അപ്പോൾ അത് ഇട്ട് ഉപ്പും പാകത്തിനിട്ട് വേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഞെടരി കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ശേഷം കടലമാവ് ഇടുക. കടലമാവ് ഇട്ടതിന് ശേഷം മൈദ ഇടുക. മൈദ ഇട്ട് നന്നായി, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഏതാണ്ട് പൊറോട്ടയ്ക്ക് കുഴക്കുന്നതിലും കുറച്ചുകൂടി അഴിവായിട്ട് നന്നായി കുറച്ച് ലൂസായിട്ടൊന്ന് കുഴിച്ച് ഒരു 4 മണിക്കൂർക്ക് മാക്സിമം, അല്ലെങ്കിൽ 5, അതിലേക്കുള്ള വയ്ക്കരുത്. അതിലേക്കുള്ള വെച്ചാൽ കണ്ടമാനം പൊങ്ങിപ്പോകും. അതേപോലെ കുഴിച്ച് തയ്യാറാക്കിയ ഈ കൂട്ടാണത്. നമുക്ക് എണ്ണ ഏകദേശം ചൂടായി തുടങ്ങി. എണ്ണ ചൂടായെന്ന് നോക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് ഇതിലേക്കൊന്ന് തെറിപ്പിച്ച് നോക്കാം. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ, ഒന്നുകൂടി ചൂടാവാനുണ്ട്. നന്നായിട്ട് ചൂടായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എണ്ണ കണ്ടമാനം കയറും. ശരിക്ക് പൊങ്ങി വരുന്ന ഒരു മുളക് പൊടിയാണ്. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നമ്മളിത് തിരിച്ച് മറിച്ചത് ഇങ്ങനെ എടുക്കുക. വേണ്ട, ഇങ്ങനെ എടുത്തിട്ട് ഈ തന്തവരൽ ഇങ്ങനെ ഇട്ടിട്ട് വേണ്ട, ഇതേ പണിയുള്ളൂ. ഇങ്ങോട്ട് വെച്ചാൽ മതി. വളരെ ഈസി പരിപാടിയാണ്. അങ്ങനെ ഓരോന്ന് ഇങ്ങോട്ടാ വേണ്ട. നന്നായിട്ട് പൊങ്ങി വരാറുണ്ട്. നല്ല കറക്റ്റ് ടൈമാണ്. 5 മണിക്കൂറായി. 5 മണിക്കൂർ ഇത് ഇരുന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇത് എടുത്ത് എണ്ണയിലേക്ക് ഇടണം. ഇത് ഈ പറഞ്ഞ പോലെ നോമ്പ് കാലത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ മുളക് ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് മുളകും കടലമാവും, മറ്റേത് കടലമാവ് മാത്രമേ ഉള്ളൂ, മൈദ ചേർക്കില്ല. നല്ല കറക്റ്റായിട്ട് പൊങ്ങി വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇത് കൂട്ടിയെടുത്ത് കറക്റ്റായിട്ട് കൂട്ടി പാകത്തിന് ഉപ്പും ചേർത്ത് ഇതേപോലെ കുഴിച്ച് ഒരു മാക്സിമം 5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്ക് പൊങ്ങി വരും. ഇതിപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഈ 5 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് ഇത് കിട്ടുന്നത്. അത് നല്ല ഷേപ്പായിട്ട് വരും. നല്ല ഞാനിപ്പോൾ കാണിച്ചു തന്നതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പായിട്ട് വരും. ഇതുപോലെ തന്നെ ഉഴുന്നുവടയും നമ്മൾ എടുക്കുന്നത് കയ്യിലെടുക്കാനായിട്ട്. ഉഴുന്നുവട കൈയുടെ വെള്ളയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെയല്ല ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ എടുത്തതുപോലെ തന്നെ നിങ്ങൾ എടുത്ത് ഇടലാണ് വളരെ ഭംഗിയായിട്ട് വരാൻ കാരണം. ഇത് 2 വശം ഒരേപോലെ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം.